അപ്പോൾ ഇന്നത്തെ സ്റ്റോറി വീടിനെ ഫ്രൈയിങ് പാൻ ആക്കുന്ന പേവിങ്ങും ഇന്റർലോക്ക് ടൈൽസിനെ പറ്റിയാണ്. ഇറ്റ്സ് മീ അവിനാഷ്, യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആർക്കിടെക്ട്. ഇനിയിപ്പോൾ വീട് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ മലയാളിയുടെ മണ്ടത്തരം തീരൂല. വീടിന് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മുറ്റത്തും ചുറ്റുവട്ടമൊക്കെ ഇന്റർലോക്കും ടൈൽസും പിരിക്കണം. അത് മസ്റ്റാണ്. അന്തസ്. നീ ആള് കൊള്ളാലോടാവേ. കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ചുറ്റും വീഴുന്ന വെയിലൊക്കെ വീട്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തരും. അതായത് ചൂട് ആ പറമ്പെന്ന് പോലും വെളിയിൽ പോരുത്. എന്താ മോനെ, എന്താ പറയുക ഇതിനൊക്കെ? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. എന്തായാലും മിറർ എഫക്റ്റിന് പറയുന്ന പേരാണ് ആൽബിഡോ എഫക്റ്റ്. ലൈറ്റ് കളർ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഡാർക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ താരതമ്യേന കുറച്ചും. പിന്നെ വെസ്റ്റിലും സൗത്തിലുമാണ് മുറ്റെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. യു ഗൈസ് ആർ റോയലി പ്ലഗ്ഡ്. ഇനിയിപ്പോൾ അടുത്ത സീൻ എന്താന്ന് വെച്ചാൽ, ടൈല് വിരിക്കുമ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങൂല, മഴ പെയ്യുമ്പോൾ ആ വെള്ളം കണ്ടവൻ്റെ പറമ്പിലേക്ക് ഒഴുകിപ്പോവും. ആൻഡ് വാട്ട് ഹാപ്പൻസ്? വെയിലടിക്കുമ്പോൾ സാധാരണ മണ്ണിലെ ഈർപ്പം ഇവോപ്പറേറ്റ് ചെയ്ത് മണ്ണ് തണുക്കും. ഇവിടെ ആ പരിപാടി നടക്കില്ല. അതായത് ടൈലിട്ട മുറ്റം എപ്പോഴും ഒരു ഫ്രൈയിങ് പാൻ ആയിരിക്കും. ഈ കൊപ്രയും കുരുമുളകൊക്കെ ഉണക്കാനാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ടൈല് പഴയതായി പേവിങ് പെയിൻ്റ് അടിച്ച് ലുക്കാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ബെസ്റ്റ് തീരുമാനമായിരിക്കും. സാധാരണ ഫ്രൈയിങ് പാൻ മാറ്റി നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, റൂഫ്സും വോൾസും ബോയിൽ ചെയ്തെടുത്തിട്ട് ഇന്റർലോക്ക് ടൈൽസും കൂടിയിട്ട് വറുത്തെടുത്താൽ സ്വാദിഷ്ടമായ ഫാമിലി ഫ്രൈ റെഡി. മാജിക് സൊല്യൂഷൻസ് കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. 1500 രൂപയ്ക്ക് AC, അതും ഔട്ട്ഡോർ യൂണിറ്റ് ഒന്നും ഇല്ലാതെ. സോക്കറ്റിൽ കുത്തി സ്വിച്ച് ഇട്ടാൽ മതി, റൂം കിടുകിടാ തണുത്ത് വരയ്ക്കും. സംഭവം വാങ്ങി തുറന്നു നോക്കിയാൽ അറിയാം, അകത്തൊരു കുഞ്ഞി ഫാനും ഉണ്ടാകും, കുറേ LED ലൈറ്റും. പിന്നെ വേറെ ആരും കുറ്റം പറയാൻ പറ്റില്ല. ലോജിക്ക് നോക്കാതെ ഷോർട്ട് കട്ട്സ് പിടിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം പിടിപ്പിക്കാൻ ആളുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട. അങ്ങനെ ചൂടിന്റെ പേരിൽ നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന മാജിക്കുകളെ പറഞ്ഞുതരാം. ഒന്ന്, എയർ കണ്ടീഷണർ. റൂമിന്റെ ഉള്ളിലെ ചൂട് ഡെഫിനറ്റ്ലി കുറയും. പക്ഷെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്ക്, അപ്പം അറിയാം എന്തോരം ഡാമേജ് ആണ് ഉണ്ടാക്കണമെന്ന്. AC ഒരിക്കലും ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ല, ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഹീറ്റ് ഇഷ്യൂവിനെ വേഴ്സ് ആക്കുന്ന ഒരു പക്ക കൂടോത്രാണ്. 2, ഫോൾ സീലിംഗ്. ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ തണുക്കൊന്നുമില്ല, ഹീറ്റ് ട്രാൻസ്ഫർ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അതായത് പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലെങ്കിൽ റൂഫിൻ്റെ ഹീറ്റ് കുറച്ചും കൂടി നേരം നമുക്ക് അനുഭവിക്കാം. ഇനിയിപ്പോൾ ഇൻസുലേറ്റഡ് സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ സബ്ലാഷ്, വീടിനെ ഒരു ഫ്ലാസ്ക് ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. രാവിലെ ഹീറ്റ് താഴെ എത്തൂല, ശരി തന്നെ, ബട്ട് നൈറ്റ് ഉള്ളിലെ ഹീറ്റ് പുറത്തും പോവില്ല. ഏത്? 3, സീലിംഗ് ഓട്. ഓടിൻ്റെ അടിയിൽ സീലിംഗ് ഓട് ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റിയ ചൂടൊന്നും അല്ല കേരളത്തിൽ. വെറുതെ ഓട് നിരത്തുന്നതിനേക്കാൾ ബെറ്ററാണ്. പക്ഷെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിക് ഇല്ലെങ്കിൽ ഇതും കോൺക്രീറ്റ് സ്ലാബും ഒക്കെ കണക്ക് തന്നെ. 4, സ്ലാബിൻ്റെ മേലെ ട്രസ് റൂഫ് ഇടുന്നത്. കാറ്റ് കടക്കുന്ന സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ എയർ ടൈറ്റ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ട് എയർ ക്യാപ്പ് ഇട്ട പോലെ ഉണ്ടാവും. ഇതിലും ഭേദം തലയിൽ കുറച്ച് വിറകെടുത്ത് വെച്ച് കത്തിക്കുന്നതായിരിക്കും. 5, എയർ കൂളറും ഇൻഡോർ വാട്ടർ ബോഡിയും. മാൻ, ഇത് കേരളമാണ്, ഡൽഹിയും ദുബായും ഒന്നും അല്ല. അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ റൂമില് ഹ്യൂമിഡിറ്റി ഒന്നും കൂടി കൂട്ടിയിട്ട് നമ്മളെ പുഴുങ്ങിയെടുക്കാനോ? 6, കൂളിംഗ് പെയിൻസ്. സ്ലാബിന് വാട്ടർ പ്രൂഫിംഗ് വേണം. അത് പക്ഷെ ചൂട് മാറ്റാനുള്ള മരുന്നൊന്നുമല്ല. സ്ട്രക്ചറിൽ ഹീറ്റ് ബിൽഡ് ആകുന്നുണ്ടെങ്കിൽ അത് പെയിന്റ് അടിച്ചാൽ മാറൂല എന്നുള്ള മിനിമം ബോധം മനുഷ്യർക്ക് വേണം. പിന്നെ എല്ലാ പെയിൻറ്റും വാട്ടർ പ്രൂഫിംഗ് ഒന്നും അല്ല, ചിലരെ അങ്ങനെയും പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഇവിടെ ഒന്നും തീരുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ പറഞ്ഞോ. അപ്പോൾ ഒരു വീട് ചൂടാക്കാനായിട്ട് മലയാളി എന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്.
ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം ശരി, ഓക്കെ ബൈ. അപ്പൊ ശരി. നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കിതൊരു ഹെൽത്തി സജഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം.